ഹലോ, ഇത് നമ്മുടെ കാർത്തികിന്റെ ബർത്ത്ഡേയുടെ വ്ളോഗാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് കുറച്ച് ടെക്നിക്കൽ എറേഴ്സ് കാരണം ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പം വീണ്ടും അപ്ലോഡ് ചെയ്യാണ്. അപ്പം പിന്നെന്താണെന്ന് വെച്ചാൽ രാവിലെ കൃതിക കുളിയൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാർത്തിക് കുറച്ച് കഴിഞ്ഞേ കുളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബിക്കോസ് കാർത്തിക്കിന് ചേട്ടൻ കൊടുത്തത് ക്രിക്കറ്റ് ബാറ്റും ബോളും ആണ് കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഇനി കളിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം കളിച്ചിട്ട് കുളിക്കാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഹാളിൽ വന്നപ്പോഴത്തേക്ക് അത് നമ്മുടെ ടി വിയിൽ ലിറ്റിൽ കൃഷ്ണൻ കഥ വെറുതെ ഓടിക്കൊണ്ടിരിക്കും. ഞാൻ പിന്നെ ടി വി ഒക്കെ ഓഫാക്കിയിട്ട് നേരെ കിച്ചണിൽ ചെന്നപ്പോൾ ചേട്ടൻ എന്താ ഇന്ന് നമുക്ക് കേരയാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇവിടെ കേര എന്നാണ് പറയുന്നത്, ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ. നല്ല കറി, മുളക് കറിയൊക്കെ വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അങ്ങനെ പിന്നെ കാർത്തിക് കുളിച്ച് റെഡി ആയിട്ട് വന്നപ്പോൾ ഞാൻ അവനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് പറയുന്ന ആഗ്രഹമാണ് ഇങ്ങനെ കുറേ കളർ ഇങ്ങനെ കുറേ പാക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ സെറ്റ് ആയിട്ടുള്ളത് വേണം. പക്ഷെ ഞാൻ തപ്പി നടന്ന സംഭവം തന്ന് എന്നെ സംതൃപ്തിപ്പെടുത്താൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിന് മാത്രമേ കഴിഞ്ഞുള്ളൂ ഗൈസ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അഫോർഡബിൾ പ്രൈസിന് അവന് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. എപ്പോഴും പറയും ക്ലാസ്സിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ കുറേ കളറുള്ളത് കൊണ്ടുവരും, അമ്മ എനിക്ക് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഞാനിത് വാങ്ങിച്ച് സർപ്രൈസ് ആയിട്ട് പാറുവിൻ്റെ കയ്യിൽ കൊടുത്തേക്കായിരുന്നു. പക്ഷെ രാവിലെ മുതൽ അമ്മ ഗിഫ്റ്റ് താന്ന് പറഞ്ഞ് എനിക്കൊരു സമാധാനം തരുന്നില്ല. കൊച്ചു കുട്ടികളല്ലേ. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ മുട്ട കുത്തി ഇരിക്കുകയാണ് കേട്ടോ. ആളിന് കുറച്ച് സമാധാനം കുറവുള്ളതുകൊണ്ട് ഞാനും കൂടി ഇരുന്നാണ് പെട്ടെന്ന് അതെല്ലാം പൊട്ടിച്ചു കൊടുത്തത് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പുള്ളിക്കാരൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. അത്യാവശ്യം ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സ്കൂളിൽ എപ്പം ഈ പെയിന്റിങ് കോമ്പറ്റീഷൻ വന്നാലും അതിനെല്ലാം ചേരും. ഇതാണ് സംഭവം കണ്ടോ. ക്രയോൺ ഉണ്ട്, വാട്ടർ കളർ ഉണ്ട്, പെൻസിലുണ്ട്, സ്കെച്ച് ഉണ്ട്, പിന്നെ കുറേ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ നൈഫും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഡ്രോയിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഈ പ്ലാവിന്റെ കമ്പും കൊണ്ട് നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മാമൻ അവന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് അവന് തായ്ലൻഡ് ചക്കയും ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പൊ മാമനെ കണ്ട സന്തോഷത്തിലാണ് കൃതിക ഈ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും ഇങ്ങനെ ആരെങ്കിലും കാണുമ്പം കൊച്ചുകുട്ടികൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാമൻ പോയി. അപ്പൊ ഞാൻ അവന് ബിരിയാണി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അവൻ ബർത്ത്ഡേ ബോയ് ആണല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് സ്പെഷ്യലി കേര കറി വെച്ചതും കിരിയാൻ വറുത്തതും മോരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് ഞാൻ ബിരിയാണിയാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ പിന്നെ എൻ്റെ പിതാശ്രീ വന്നു ഗൈസ്. ഇതാണ് എൻ്റെ പിതാശ്രീ. പിതാശ്രീയാണ് എൻ്റെ മകന് കേക്ക് കൊണ്ടുവന്നത്. ഡാഡിയുടെ വകയാണ്. എപ്പോഴും കൂടുതലും ഡാഡിയാണ് കേക്ക് ഓർഡർ ചെയ്യുന്നത്. ഡാഡി, പിതാശ്രീ, അച്ഛൻ, മണിച്ചാച്ചൻ, അങ്ങനെ കുറേ വിളിക്കും കേട്ടോ. അപ്പൊ ഇതാ ഉറങ്ങിക്കിടന്ന കൃതിയേനെ നമ്മൾ ഉണർത്തിയിട്ടുണ്ട് കേട്ടോ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കാർത്തിക്കിന്റെ കേക്ക്. ഇത് കണ്ടപ്പോൾ സത്യത്തിൽ അവൻ സർപ്രൈസായി, നമ്മളും സർപ്രൈസായി. ബിക്കോസ് അവനൊരു കോക്കനട്ട് ട്രീ ലവറാണ്. എപ്പോഴും തെങ്ങിന്റെയും തേങ്ങയുടെയും വിചാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛന്റെ ഈ കേക്ക് സത്യത്തിൽ ഞാൻ ഇത്രയും ഭയങ്കര സർപ്രൈസ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ തന്നെ അമ്മയും കൂടെ വരാൻ നിൽക്കായിരുന്നു. അമ്മ വന്നു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് വിച്ചൂട്ടിയും കൂടെ ഉണ്ട്. പക്ഷെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പാറു ഓടിയില്ലായിരുന്നു. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലും പാറു ഇല്ല. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ശ്രദ്ധിച്ചത്. കാരണം പാറുവിനും കുറച്ച് ട്യൂഷൻ സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് സമയത്തിന് ഇവിടെ വരാൻ പറ്റില്ല. കൊച്ചു കുട്ടികളാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടെ കട്ട് ചെയ്ത് കേട്ടോ. കാരണം കൃതിക അതേ ഡൈനിങ് ടേബിളിലൊക്കെ കയറി ഇരിക്കുകയാണ്. ഈ കേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കാർത്തിക്കിനെക്കാട്ടി കൂടുതൽ കണ്ണ് തള്ളിയ കൃതികയ്ക്കാണ് കേട്ടോ. നൈസായിട്ട് അവിടെ ഇരുന്ന് കുറേശ്ശെ എല്ലാവരുടെയും വായിലും വെച്ച് കൊടുക്കുക, സ്വന്തമായിട്ടും തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാവരെയും നമ്മുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത് പോലെ ഞാൻ കേക്കിൻ്റെ അടുത്തോട്ട് വന്ന് എല്ലാവരും ഓരോ പീസ് കേക്ക് അവന് കൊടുക്കാൻ പറഞ്ഞു. അച്ഛന് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ ആദ്യം അച്ഛനാണ് കൊണ്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊടുത്തു, ചേട്ടൻ കൊടുത്തു. പിന്നെ ഞാൻ വിച്ചൂട്ടീനെ വിളിച്ചു കേട്ടോ. ഇതാണ് വിച്ചൂട്ടി. കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. എൻ്റെ അനിയത്തിയാണ് ഗൈസ്. പിന്നെ അമ്മേനെ കൊണ്ട് വിച്ചൂട്ടിയാണ് വന്നത്. പിന്നെ എൻ്റെ അച്ഛനെ എല്ലാ വീഡിയോയിലും കാണുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള വ്ലോഗിലൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്ട് ലീവ് എടുത്തതാണ്. അങ്ങനെ ആ കൃതിയെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നക്കി കഴിക്കുന്നുണ്ട്. പിന്നെ അമ്മ വന്ന് കേക്ക് കൊടുത്തു. എൻ്റെ കൃഷ്ണപ്രിയ ഇല്ലായിരുന്നു ഗൈസ്, എൻ്റെ കിച്ചു. അവള് ഇവിടെ ഇല്ല. അവള് ഇന്റേൺഷിപ്പിന് പോയേക്കാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ അവളോട് മിസ് യു പറയുന്നു. പിന്നെ അച്ഛൻ വന്ന് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അമ്മ പോയി കേട്ടോ. വിച്ചൂട്ടിയുടെ വന്നുകൊണ്ട് അമ്മ അങ്ങ് പോയി. പിന്നെ ഇവിടെ ചേട്ടനും അനിയത്തി അച്ഛനും കൂടെ പുതിയ ബാറ്റും ബോളും വെച്ച് തകർക്കുകയാണ്. ഞാൻ പണ്ടൊക്കെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആന്ധ്രയിൽ 10th പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കുറെ കളിച്ചിട്ടുണ്ട്. പിന്നെ വേൾഡ് കപ്പ് വരുമ്പോൾ മാച്ച് കാണും. പിന്നെ ആ ഒരു ആവേശമേ ഉള്ളൂ. പിന്നെ കുറെ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പൊ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇവർ അച്ഛനും മക്കളും കൂടെ കളിക്കുന്നതൊക്കെ ഞാൻ ഇന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെന്താണ്
കാർത്തിക്കും കൃതിയും കൂടാണ് കളിക്കുന്നത്. കാർത്തികിനെക്കാട്ടി ഇഷ്ടമാണ് ഗൈസ് കൃതിയയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലേ തന്നെ ഇവൾക്ക് ക്രിക്കറ്റിനോട് ഒരു താല്പര്യമുണ്ട്. എന്താ അതിന്റെ ഡാഡി ഇവരുടെ കളിയും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. വീട്ടിൽ പോണം പോണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് അച്ഛനും പോകാൻ ഇറങ്ങി. ഞാൻ അച്ഛന് കുറച്ച് ചൂര കറി വെച്ചത് മോടെ കൈപ്പുണ്യം അച്ഛൻ അറിയാം. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ മോടെ കറി കൂട്ടണമെന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കുറച്ച് കറി കൊടുത്തു വിട്ടു ഗൈസ്. പിന്നെ അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടി കൃതിയ 2 ബാഗും ഒക്കെ എടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.